രോഹിതേട്ടാ, ഞാനൊരു സെന്റൻസ് വായിക്കാം. അവന്മാർക്ക് വരുമ്പോൾ മാത്രമാണ് ഇടി ചോര, അല്ലാത്തപ്പോൾ അത് തക്കാളി ചട്നി. ഇത് ഉദ്ദേശിക്കുന്നത് വി.ഡി. സതീശനെ കുറിച്ചും അതുപോലുള്ള കോൺഗ്രസ് നേതാക്കളെ കുറിച്ചും ഒക്കെയാണ്. അതിനായി ഇവർ എടുത്തു കാണിക്കുന്ന മറ്റൊരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വലിയ നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ പിണറായി വിജയൻ 2023 ഒരു പോസ്റ്റ് ഒക്കെ ഇട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ പേരിന് പോലും കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ കേന്ദ്രം പിണറായി വിജയൻ ഇങ്ങനെ ഞെരിച്ചമർത്താൻ ശ്രമിച്ചിട്ടും ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പിണറായി വിജയനെതിരെയാണ് ഇ.ഡി. റെയ്ഡെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പ്രതികരിച്ചേനെയായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ എന്താണ് കേസ്? പിണറായി വിജയനെതിരെയാണോ ഇ.ഡി. റെയ്ഡ് നടക്കുന്നത്? പിണറായി വിജയനെതിരെയാണോ? മകൾ വീണ ടി എന്ന വീണ തൈക്കണ്ടിക്കെതിരെയാണ് റെയ്ഡ് നടക്കുന്നത്. ഇന്നലെ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, ഒരു മുതിർന്ന റിട്ടയർഡായ ജനസേവനം ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലാണ് ഈ റെയ്ഡ് നടക്കുന്നത്. മുഹമ്മദ് റിയാസിൻ്റെ അച്ഛൻ IPS ഓഫീസർ. ഇതിൻ്റെ ആവശ്യം എന്താണ്? ഇത് തടയണം. മുഹമ്മദ് റിയാസ് എന്ത് ചെയ്തിട്ടാണ് മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ എന്ത് ചെയ്തിട്ടാണ്, പിണറായി വിജയനെ രാഷ്ട്രീയമായി ആക്രമിക്കാനാണ് ഈ റെയ്ഡ് എന്നൊരു നരേറ്റീവ് ഇതിന് കൊടുക്കുകയാണ്. വീണ ടിയുടെ ഹസ്ബൻഡും അവരുടെ മക്കളും, അവർക്ക് മകനുണ്ട്, മുഹമ്മദ് റിയാസിൻ്റെ മക്കൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടെങ്കിൽ അവരും ഇവർ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒരുമിച്ച് താമസിക്കുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇ.ഡി. ആ വീട് മാത്രമേ റെയ്ഡ് ചെയ്യുള്ളായിരുന്നു, അല്ലെങ്കിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അവരുടെ ഓഫീസുകൾ മാത്രമേ റെയ്ഡ് ചെയ്യുള്ളായിരുന്നു. പിണറായി വിജയൻ മധ്യവയോധികനായ ആദരണീയനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഇ.ഡി. ചെല്ലേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ എന്താണ്, മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ആയിരിക്കുന്ന പിണറായി വിജയന്റെ വീട്ടിലാണ്, പിണറായി വിജയൻ താമസിക്കുന്ന അതേ വീട്ടിലാണ് വീണ ടി എന്ന വീണ തൈക്കണ്ടി ഈ കേസിലെ ഇ.ഡി. അന്വേഷിക്കുന്ന കേസിലെ ആരോപണ വിധേയമായി നിൽക്കുന്ന ഈ പെൺകുട്ടി താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ണൂരെത്തിയാൽ അവർ താമസിക്കുന്നത് പിണറായിയിലെ ഈ പറയപ്പെടുന്ന വീട്ടിലാണ്. തിരുവനന്തപുരത്ത് എത്തിയാൽ താമസിക്കുന്നത് പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ്. കോഴിക്കോട് എത്തിയാൽ ഇവർ താമസിക്കുന്നത് ഒരുപക്ഷെ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലായിരിക്കാം. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഈ പറയപ്പെടുന്ന ഇ.ഡിക്ക് അന്വേഷണവുമായി കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഇ.ഡി. റെയ്ഡെങ്കിൽ ഇ.ഡിക്കത് അയാൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന ക്ലിഫ് ഹൗസ് കയറി റെയ്ഡ് ചെയ്തതായിരുന്നു. ഇ.ഡി. ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വി.ഡി. സതീശൻ ഡൽഹിയിൽ പോയി മോദിയെ കണ്ട് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞില്ല. അതിനു മുമ്പേ ഇ.ഡി. റെയ്ഡ്, വി.ഡി. അവിടെ പോയി വിളിച്ചുകൊണ്ട് വന്നതുപോലെയാണ് പല ഫേസ്ബുക്ക് പോസ്റ്റുകളും കാണുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ തിരിച്ചു പറയുന്നുണ്ട്, എന്റെ പൊന്നു സഖാക്കന്മാരെ റെയ്ഡ് ചെയ്തത് ഇ.ഡി. ആണ്, വി.ഡി. അല്ല. അതിന് മറുപടി ഇന്ന് കൃത്യമായി വി. മുരളീധരൻ ചോദിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ ഒന്ന് കളിയാക്കിക്കൊണ്ടാണെങ്കിൽ പോലും ഒരു കോൺഗ്രസ് BJP ഡീലുണ്ടാക്കി CPM-നെ തകർക്കേണ്ടതിന്റെ അത്രയും വലിയ ദുരവസ്ഥ BJPക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ കോൺഗ്രസുമായിട്ടൊരു ഡീലിന്റെ ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പോ പോലീസ് സംവിധാനങ്ങളോ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്നത്. രാവിലെ കുറെ ടാക്സി കാറുകളിലായി പറയപ്പെടുന്ന 12 ഇടങ്ങളിലേക്ക് ചെല്ലുന്നത് കേരളത്തിൽ മാത്രം നടന്ന റെയ്ഡും അല്ലല്ലോ. കേന്ദ്രസേനയുടെ സഹായത്തോടുകൂടി അവിടെ അവർ ചെല്ലുന്നു. അവിടെ ചെന്നതിന് ശേഷം മാധ്യമങ്ങളുടെ വാർത്തയും അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയൊക്കെ റിപ്പോർട്ട് പ്രകാരമാണ് കേരള പോലീസ് ഇത് അറിയുന്നതും പോലീസ് അവിടേക്ക് എത്തുന്നതും പിന്നീട് സഖാക്കന്മാരെത്തുന്നു. ഈ സഖാക്കന്മാരൊക്കെ പ്രതിഷേധിക്കാതെ മാറി നിൽക്കുകയായിരുന്നു. കണ്ണൂരെ വീട്ടിലേക്ക് ആദ്യം ഓടിയെത്തിയത് P. ജയരാജൻ സഖാവാണ്. നമുക്കറിയാം, രാഷ്ട്രീയ പക്ഷത്ത് ഒരേ രാഷ്ട്രീയ കക്ഷിയിലാണെങ്കിലും P. ജയരാജനെ ഒതുക്കാൻ പിണറായി വിജയൻ എന്തുമാത്രം തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എന്നിട്ടും P. ജയരാജൻ സഖാവാണ് ആദ്യം അവിടെ ഓടിയെത്തുന്നത്. K. രാഗേഷ് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി എത്തുന്നതിന് മുമ്പേ ജയരാജൻ സഖാവോട് എത്തി മാധ്യമങ്ങളോട് സംസാരിച്ചു. ജയരാജൻ സഖാവ് സംസാരിക്കുന്നതിന് മുമ്പ് MV ഗോവിന്ദൻ മാഷിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇല്ല, പിന്നെ പറയാം എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതൊക്കെ കാലത്തിന്റെ കാവ്യനീതി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ബഹുമാനവും ആദരണീയവുമായിരുന്ന മുൻ പാർട്ടി സെക്രട്ടറി പരേതനായ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ഇത്തരത്തിലൊരു ഇ.ഡി. അന്വേഷണം നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇ.ഡി. സംഘം എത്തിയപ്പോൾ അന്ന് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ സഖാവ് ഒരു മാസ്ക് ഒക്കെ ഇട്ട് വന്നിരുന്ന് പറഞ്ഞത് ഇതൊരു ഏജൻസിയുടെ അന്വേഷണമാണ്, അതിന്റെ റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നിട്ട് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട സഖാക്കന്മാരോട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഇന്നലത്തെ ഇ.ഡി. റെയ്ഡിൽ ഏറ്റവും കൂടുതൽ സന്തുഷ്ടനായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാളുടെ പേര് മോഡി എന്നോ വി.ഡി. എന്നോ ഒന്നുമല്ല, അയാളുടെ പേര് പിണറായി വിജയൻ എന്ന് തന്നെയാണ്. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് ഇടതുപക്ഷത്തിനേറ്റ വലിയ കനത്ത പരാജയത്തിൽ
ഒന്നാം നമ്പർ ടാർഗറ്റായി നിൽക്കുന്ന സഖാക്കന്മാർക്കിടയിൽ വെറുത്തുപോയിക്കൊണ്ടിരിക്കുന്ന ഇയാൾ മാറണമെന്ന് പറഞ്ഞിരുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ഇന്നലെ ഒരു ദിവസം കൊണ്ട് വീണ്ടും വമ്പൻ ഹൈപ്പ് കിട്ടുകയാണ്. സാധാരണഗതിയിൽ ഒരു ഇലക്ഷൻ ജയിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം സാധിച്ചെടുത്തിട്ട് വന്നിട്ട് കാണിക്കുന്ന ഇതുണ്ടല്ലോ ചിരിച്ചുകൊണ്ട്, പിന്നെ ഇത് കാണിക്കുന്നത് മരണക്കിടക്കയിൽ മരിക്കുമ്പോൾ സഖാക്കന്മാർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതാണ്. ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇ ഡി പോയി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ വീടിന് പുറത്തേക്ക് വന്നത്. അതായത് അയാൾ ജയിച്ചു. കാരണം ഈ എന്ത് പ്രതിരോധം തീർത്താലും സത്യമായി ഇവിടെ തുടരുകയാണ്. എന്താണ് കേസ് ഒന്നാലോചിച്ച് നോക്കണം. എന്താണ് കേസ്? 2 കോടി ചില്ലുവാനം രൂപ വീണ തൈക്കിണ്ടിയുടെ കമ്പനിക്ക്, ഈ പറയപ്പെടുന്ന കരിമണൽ കർത്തയുടെ കമ്പനി എന്തിനു കൊടുത്തു? അവർ സേവനം ചെയ്തിട്ടുണ്ട്, അവർ ആ പണം വാങ്ങിയിട്ടുണ്ട്, അവർ ആ ടാക്സ് അടച്ചിട്ടുണ്ട്. സിമ്പിൾ ചോദ്യമാണ്. ഇ ഡി റെയ്ഡോ, ഇ ഡിയുടെ പോലീസോ, ഇ ഡി റെയ്ഡോ, വി ഡിയുടെ പോലീസിനോ ഒന്നും നിങ്ങൾ പേടിക്കണ്ട. സിമ്പിളായി കുറെ കാലം കൊണ്ട് കോടതിയും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ എന്ത് സേവനമാണ് കരിമണൽ കർത്തയുടെ കമ്പനിക്ക് മുൻ മുഖ്യമന്ത്രി, പരിസ്ഥിതി മന്ത്രിയായിരുന്ന, പരിസ്ഥിതിയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ നേതൃത്വം കൊടുക്കുന്ന കമ്പനിക്ക്, അല്ലെങ്കിൽ പോട്ടെ പിണറായി വിജയന്റെ മകൾ എന്നുള്ള ഇതൊക്കെ മാറ്റിവെച്ചിട്ട് വീണ തൈക്കിണ്ടിയുടെ കമ്പനി, ഈ പറയപ്പെടുന്ന കരിമണൽ കർത്തയുടെ കമ്പനിക്ക് എന്ത് സേവനമാണ് ചെയ്തു കൊടുത്തിരുന്നത്? അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം ഇതിന്മേൽ വലിയ അഴിമതിയുടെ കഥകളുണ്ട് എന്നാണ്. ആ കഥകൾ പുറത്തു വന്നാൽ മാത്രമാണ് ഈ പറയപ്പെടുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഇതിലേക്ക് പ്രതികരിക്കപ്പെടും. പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് അയാൾക്കൊപ്പം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമുണ്ടെങ്കിൽ അവരത് ചെയ്യുക തന്നെ ചെയ്യും. അതാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതിനെന്താണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത്? കേരളത്തിൽ ജനമിറങ്ങുന്നു, അവിടെ ഇവിടെയൊക്കെ തങ്ങിക്കൂടി നിൽക്കുന്നു, മാധ്യമങ്ങൾക്ക് വാർത്തയ്ക്ക് ഒരു സുഖമില്ലാതെ വരുന്നു, മാധ്യമങ്ങൾ മാക്സിമം കുത്തിത്തിരിക്കുന്നു, ഉടനെ പ്രതിഷേധം ഉണ്ടായേക്കാം. റിപ്പോർട്ടറോട് ന്യൂസ് റൂമിൽ നിന്ന് ചോദിക്കും നിങ്ങൾ പ്രതിഷേധിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അവർ പ്രതിഷേധിച്ചു. അവസാനം ഒരു തിരുവനന്തപുരത്തെ വാടക വീടിന്റെ മുന്നിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു, പ്രതിഷേധം കൈവിട്ടു പോകുന്നു. അപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്, വി ശിവൻകുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരുണ്ട്, ഇവിടെ പ്രതിഷേധക്കാർ എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്തിയാൽ പോലീസ് നടപടി ഉണ്ടായാൽ മുതിർന്ന നേതാക്കന്മാർക്ക് പരിക്കേൽക്കും. ഇവർ ആഗ്രഹിക്കുകയാണ് അടി പൊട്ടണം, ശിവൻകുട്ടിക്ക് അടി കിട്ടണം, ഇത് റിപ്പോർട്ട് ചെയ്യണം, ഇതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിൽ മാധ്യമങ്ങൾ വെച്ച് കത്തിക്കുകയാണ്. അവസാനം എന്താണ് സംഭവിക്കുന്നത്? അവസാനം ഈ നേതാക്കന്മാർക്കറിയാം അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ തങ്ങൾക്കും കൂടെ ബാധിക്കപ്പെടും, അവരെയൊക്കെ വിടിയിരുത്തി ഇ ഡിയുടെ വാഹനങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇ ഡിയുടെ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെയിലി വാഹനം ഓടിച്ച് EMI അടച്ച്, ഈ ഉയർന്ന പൈസയ്ക്ക് ഡീസലും അടിച്ച്, CNG അടച്ച് ഡെയിലി അരിയാഹാരം കഴിക്കാൻ വേണ്ടി പാടുപെടുന്ന പാവപ്പെട്ടവൻ്റെ വണ്ടിയാണ്, ടാക്സി വണ്ടിയാണ്. ഈ വണ്ടിക്ക് നേരെ ആക്രമണം ഉണ്ടാകും. ഈ മാസപ്പടി കേസിൽ വീണ തൈക്കണ്ടി ശിക്ഷിക്കപ്പെട്ടാലും 1-2 വർഷത്തെ തടവ് ശിക്ഷയോ പിഴയോ ഒക്കെ ആയിരിക്കും വീണ തൈക്കണ്ടിക്ക് കിട്ടാൻ പോകുന്നത്, അല്ലേ? പക്ഷേ ഈ ED ആക്രമിച്ച കേസ് എന്താ? വധശ്രമ കേസാ. ഇവന്റെയൊക്കെ അടിവസ്ത്രത്തിൽ തുള വീഴും, ആ അവസ്ഥയിലേക്ക് പോകും. ഒരുപക്ഷെ ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത് NIA ആയിരിക്കും. ഹിന്ദിയിൽ പോയിരുന്ന മറുപടി എടുക്കേണ്ടി വരും അവരൊക്കെ ചോദിക്കുന്നതിന്. NIA ചിലപ്പോൾ പ്രതികളെ വിട്ടുതരാൻ കേരള പോലീസിനോട് ആവശ്യപ്പെടും. ഈ മുട്ട എറിഞ്ഞവനും ഗ്ലാസ് തല്ലി പൊട്ടിച്ചവനും കട്ട എടുത്തെറിഞ്ഞവനും ഒക്കെ VDയുടെ പോലീസിന്റെ ഇടിയും കിട്ടും, മോഡിയുടെ പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് പിന്നെ വെടിയും കിട്ടും. ഈ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും നേതാക്കന്മാർ ഏതെങ്കിലും വണ്ടിക്ക് മുന്നിൽ ചാടി ബിനീഷ് കോടിയേരിക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. ആ ബിനീഷ് കോടിയേരി ഇന്നലെ അവിടെ പുറകെ ചെയ്യല്ലടാ എന്ന് പറയുന്നുണ്ട്. വീഡിയോകളിൽ കണ്ടായിരുന്നോ? ഈ VDയുടെ വണ്ടി ഇറങ്ങി വരുമ്പോൾ ബിനീഷ് കോടിയേരി ചുമന്ന ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇവരെ പിടിച്ചു മാറ്റുന്നുണ്ട്, പാവം പിടിച്ചവൻ. അയാൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം, ഇത് അയാൾ കുറെ അനുഭവിച്ചതാണ്. ഹിന്ദിയിലൊക്കെ മറുപടി പറയേണ്ടി വരും. ഈ ഉമ്മാർക്കാണെങ്കിൽ മലയാളം പോലും നേരെ ചൊവ്വേ സംസാരിക്കരുത്. ഇവന്മാർക്ക് മറ്റേ ഗുണ്ടായുസത്തിന്റെ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. എടാ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിന്റെയൊക്കെ പാർട്ടിയുടെ ഭരണം അവസാനിച്ചു. പക്ഷെ ഇതിന്റെയൊക്കെ പാർട്ടി രാജ്യത്ത് എങ്ങും ഇല്ല. നിന്റെയൊക്കെ ദേശീയ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ പോയിട്ട് അവസാനം നിലം തൊടാൻ പറ്റാതെ 4 കാലം തൂക്കിക്കൊണ്ടുപോയി വണ്ടിക്കകത്ത് കൊണ്ടുവന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെ വെറുതെ ഇവർ പറഞ്ഞു പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഇവർ പറഞ്ഞു പറ്റിക്കുകയാണ്. ഈ സഖാക്കന്മാരുടെ ഒരു തോന്നൽ എന്ന് പറയുന്നത് അവര് പ്രതിഷേധിച്ചതും അവർ ശബ്ദമുയർത്തിയതും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് എന്നാണ്. പക്ഷെ അതിന് പിന്നിൽ നിന്ന് നിൽക്കുന്നത് വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അവർക്ക് വേണ്ടിയാണ് ഇവർ ഈ മുറവിളി കൂട്ടിയത്. ശരിക്കും ഇവിടെ രക്ഷപ്പെട്ടിരിക്കുന്നത് വീണ തന്നെയാണ്. അച്ഛനെ മുന്നിൽ നിർത്തി ഒരു വലിയൊരു കലാപം ഉണ്ടാക്കി, അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടാക്കി
പിന്നിൽ നിന്ന് സന്തോഷിക്കുകയാണ്. ഇതിനകത്ത് ഈ കേസിൽ വീണ കുറ്റക്കാരിയാണോ അല്ലയോ അറിയത്തില്ല. നിലവിലെ സാഹചര്യത്തിൽ വീണ മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട്, 2.5 കോടി രൂപയോളം പറ്റിയിട്ടുണ്ട്. അത് എന്തിനു വാങ്ങിയെന്ന് തിരിച്ചു പറയാതെ, അല്ല ഈ അരുൺകുമാറൊക്കെ വന്നിരുന്ന് പറയുന്ന പോലെ, ഏത് അരുൺകുമാറാ ചർച്ചയ്ക്ക് വന്ന് ചർച്ചാ തൊഴിലാളികളോ മറ്റേ തൃക്കാക്കര സീറ്റ് ചോദിച്ചിട്ട് കിട്ടാച്ചിട്ട് ചുവരെഴുതി നാണം കെട്ട അരുൺകുമാർ എന്ന് പറയും 4 സോഫ്റ്റ്വെയറുകളുടെ പരിപാലനത്തിന് വേണ്ടിയാണ്. ഏതാണ് 4 സോഫ്റ്റ്വെയർ? ഏതാണ് 4 സോഫ്റ്റ്വെയർ? എക്സൽ, പവർ പോയിന്റ്. നാണോ അതിൽ ഉമാർക്ക് ഇത് വന്ന് പറയാൻ? ഒരുപക്ഷെ അതിനൊന്നും ആയിരിക്കത്തില്ല. അതൊക്കെ ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഞാൻ പറഞ്ഞുതരാം. ഈ IT കമ്പനികൾ, ഇപ്പോൾ ഞാനൊരു വലിയ കമ്പനിയാണ്, ഇപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് വില കൂടിയ സോഫ്റ്റ്വെയറുകളും വില കൂടിയ ടെക്നിക്കൽ സപ്പോർട്ട്, IT സപ്പോർട്ടും വേണം. അത് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ സമയം എപ്പോഴാണ് ഇതിന് എറർ ഉണ്ടാവുക എന്നൊന്നും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ ഞാൻ ഹൈലി പെയ്ഡ് ആയിട്ട് എല്ലാ മാസവും ശമ്പളം കൊടുത്ത് വെക്കണം. അപ്പോൾ എല്ലാ മാസവും ശമ്പളം കൊടുത്ത് വെക്കുമ്പോൾ ഇവർക്ക് എല്ലാം പണി ഉണ്ടാവില്ല. എറർ വരുമ്പോൾ മാത്രമേ പണിയുള്ളൂ. എല്ലാ സമയത്തും ഇവർ വെറുതെ ഇരുന്ന് ശമ്പളം കൊടുക്കണം. അതിനേക്കാൾ ലാഭകരമാണ് ഏതെങ്കിലും ഒരു IT കമ്പനിക്ക് ഇതിന്റെ കോൺട്രാക്ട് 1 വർഷക്കാലത്തേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അവർക്കൊരു മന്ത്ലി പേയ്മെന്റ് പറഞ്ഞു കൊടുക്കുകയാണ്. എറർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ മന്ത്ലി പേയ്മെന്റ് നമ്മൾ അവർക്ക് കൊടുത്തേക്കണം. ഇതേ രീതിയിലുള്ള കമ്പനികളുള്ള കോൺട്രാക്ട് എല്ലാ മേഖലയിലും ഉണ്ട്, IT കമ്പനി മേഖലകളിലും ഉണ്ട്. പക്ഷേ വീണ തൈക്കണ്ടിയുടെ കമ്പനിക്ക് ഈ പറയപ്പെടുന്ന കരിമണൽ കർത്തയുടെ കമ്പനി ഈ കോൺട്രാക്ട് കൊടുത്തു, നീറ്റ് ആൻഡ് ക്ലീൻ. പക്ഷേ ഏത് സോഫ്റ്റ്വെയറിന് എന്ത് എറർ വരുമ്പോഴാണ് നിങ്ങൾ പരിഹരിക്കേണ്ടത്? ആ സോഫ്റ്റ്വെയറിന് നിങ്ങൾ ഈ പണം കൈപ്പറ്റിയ കാലഘട്ടത്തിൽ എന്തെങ്കിലും എറർ വന്നിരുന്നോ? നിങ്ങൾ എന്തെങ്കിലും സേവനം അവർക്ക് കൊടുത്തിട്ടുണ്ടോ? ഏതോ സേവനം കൊടുക്കാതെയാണോ നിങ്ങൾ പണം കൈപ്പറ്റിയത്? ഇത് മാത്രം പറഞ്ഞാൽ മതി, സിമ്പിളാണ്. പക്ഷെ ഇതിന് പറയാൻ ഉത്തരവില്ല. ഇപ്പൊ രാഷ്ട്രീയത്തിലാണെങ്കിലും ഈ മുഖ്യധാരയിൽ നിൽക്കുന്ന എല്ലാവർക്കും എതിരെ ഇത്തരം ആരോപണങ്ങൾ വരികയാണെങ്കിൽ അത് തങ്ങൾ നിരപരാധികളാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം. ഞാൻ എനിക്കൊരു സംശയം എന്താണെന്നറിയോ, EDക്ക് ഇപ്പൊ VD മോഡിയെ കണ്ടു, EDയെ കൊണ്ട് പിണറായി വിജയനെ വീട്ടിൽ റെയ്ഡ് നടത്താൻ VD ആവശ്യപ്പെട്ടു എന്നിരിക്കട്ടെ. എന്തൊരാവശ്യത്തിനിടെ, സിമ്പിൾ ചോദ്യം, തോറ്റ തുന്നം പാടി 35 സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്ന പിണറായി വിജയന്റെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തിയിട്ട് VD സതീശൻ എന്തൊരാവശ്യം? ഇനി മോഡിക്ക് ഇന്ത്യയിൽ എങ്ങും അധികാരത്തിലില്ലാത്ത, ഇന്ത്യയിൽ എങ്ങും ഒരു തരുമ്പ് പോലും BJPക്ക് വെല്ലുവിളിയാകാത്ത, ഇവന്മാരല്ലേ പറയുന്നത് ഞങ്ങളാണ് BJPയുടെ എതിരെന്ന്, അവന്മാര് മൈൻഡ് പോലും ചെയ്യാത്ത, BJP മൈൻഡ് പോലും ചെയ്യാത്ത ഒരു പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തിയിട്ട് മോഡിക്ക് എന്താ ആവശ്യമുണ്ട്? ഇനി മോഡി ഇത് ചെയ്തു എന്ന് ഇവർ വിശ്വസിക്കുന്നത് ഇരിക്കട്ടെ. ഇയാൾ പുറത്തിറങ്ങി വന്ന് ഇതൊക്കെ കാണിച്ചിട്ട് പറഞ്ഞെന്താ, രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായില്ലേ? ഇവിടെ ചെറുക്കാൻ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി അല്ല അധികാരത്തിലിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മയും രാഹുൽ ഗാന്ധിയുടെ അച്ഛനും രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛനും ഒക്കെ ഭരിച്ച കാലം കഴിഞ്ഞ് പാവം പിടിച്ചോ പ്രതിപക്ഷ നേതാവ്. താങ്കൾ ഇവിടെ എങ്ങനെയാണോ ഇരിക്കുന്നത് ഒരു വിലയില്ലല്ലോ, അതേപോലെ തന്നെയാണ് പുള്ളി അവിടെ ഡൽഹിയിൽ ഇരിക്കുന്നത്. പുള്ളി പറഞ്ഞാൽ മോഡി ഒന്നും ചെയ്യൂല. ഇനി രാഹുൽ ഗാന്ധിക്ക് തന്നെ കയറി ചൊറിഞ്ഞിട്ട് എന്ത് കാര്യം? രാഹുൽ ഗാന്ധി നേതൃത്വം ഇവിടുന്ന് കന്യാകുമാരി അതിർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ചാ മത്സരിക്കുന്നത്, കാസർഗോഡ് അതിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ചാ മത്സരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന പാർട്ടി ചിഹ്നം കിട്ടിയേക്ക്, ദേശീയ പാർട്ടി ചിഹ്നം കിട്ടിയേക്ക് പോലും കോൺഗ്രസിന്റെ ഔദാര്യത്തിലാണ്. പിന്നെ കേരളത്തിലെ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെ കയറി ചൊറിഞ്ഞില്ലെങ്കിൽ പാർട്ടി നിലനിൽക്കണ്ടേ? നിങ്ങൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കുറ്റം പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ ചെന്നിട്ട് കാലത്തൊട്ട് വീഴുള്ളൂ ഇല്ലേ, ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന നിലയിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ മോഡിക്കെതിരെ പറഞ്ഞ ധൈര്യം ഉണ്ടെങ്കിൽ ആർജവമുണ്ടെങ്കിൽ മോഡിക്കെതിരെ പറയാം. ഇന്നലെ പത്തനാപുരത്ത് പ്രകടനം നടത്തിയിട്ട് ജ്യോതികുമാർ ചമ്മക്കാലയുടെ പടം വലിച്ചു കീറിക്കൊണ്ട് പോയേക്കുന്നത്. പാപിടിച്ചു ഇന്നലെ രാവിലെ തൊട്ടോടെ മഴയെ നനഞ്ഞ സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ ഇവിടുത്തെ പാവപ്പെട്ട DYFIക്കാര് അല്ലെങ്കിൽ പാവപ്പെട്ട SFIക്കാര്, പാവപ്പെട്ട CUTക്കാര്, നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങളെ ചുടുചോറ് വാരിക്കാണ് ഇവന്മാര്. ഇത്തരം സമരത്തിന് മുന്നിൽ നിങ്ങൾക്ക് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഇവന്മാരൊന്നും നോക്കൂല. ഇവന്മാർക്ക് രക്തസാക്ഷികളെ ആവശ്യമാണ്. ഇവന്മാര് കേരള പോലീസ് പിടിച്ചോണ്ട് പോകുന്ന ഏതെങ്കിലും ഒരുത്തർ എന്തെങ്കിലും ഒന്ന് പറ്റിയ ഒരു ലോക്കപ്പ് മരണം ഉണ്ടാക്കി ഈ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ തിരിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇവന്മാര്. പോയി തലവെച്ചു കൊടുക്കല്ല കുഞ്ഞുങ്ങളെ, ബലിയാടായി പോകും. തമാശ പറയല്ല. മോഡിയുടെ പട്ടാളം അണ്ടർവെയറിന് ഓട്ടയിടും. പിന്നെ VDയുടെ പോലീസ് കൊണ്ടുപോയി നന്നായിട്ട് ചാറെടുക്കുകയും ചെയ്യും. പോലീസുകാരെ അറിയാലോ, രമേശ് ചെന്നിത്തല ഈ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കുനിച്ചുത്തിരിക്കാനും പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ചാൽ കൊള്ളാം. രമേശ് ചെന്നിത്തല ഗുഡ് മോർണിംഗ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആർക്കും രക്ഷയില്ലാത്ത കാലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവന്മാർ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിൽ ഇഷ്ടംപോലെ സമയമാണ്, ആഭ്യന്തരം മാത്രം ഭരിച്ചാൽ മതി. പണ്ട് മുഖ്യമന്ത്രിക്ക് ഒരുപാട് വകുപ്പുള്ള കൂട്ടത്തിലായിരുന്നു ആഭ്യന്തരം ഭരിക്കേണ്ടത്. ഇപ്പൊ ആഭ്യന്തരത്തിനും വിജിലൻസിനും വേണ്ടി മാത്രം പരിണതപ്രജ്ഞനായ ഒരു മന്ത്രിയെ വെച്ചേക്കാണ് കോൺഗ്രസ്. ആലോചിച്ച് നോക്കണം എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പുള്ളി കൊണ്ടുവരുന്നത്. തൂഫാൻ പോലെയൊക്കെയുള്ള വരും, തൂഫാനായി പോകും ജീവിതം, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇന്നലെ അവിടെ കൂടുതൽ പോലീസിനെ ഇറക്കി നിന്റെയൊക്കെ ചന്തി അടിച്ച് പൊട്ടി കഴിഞ്ഞാൽ അവർ ഔദാര്യം മാത്രം വിചാരിച്ചാൽ മതി. എന്നിട്ട് അവന്മാരുടെ മണ്ടക്കോട്ടാണ് നെഞ്ചത്തോട്ട് കയറാൻ പോകുന്നത്. സമയമില്ലാത്തതുകൊണ്ടാണ്.
എന്തോ കേരള പോലീസ് വിചാരിച്ച് ഇന്നലെ അവിടെ വന്ന് സഖാക്കന്മാർ ചന്തി അടിച്ച് പൊട്ടിച്ചിട്ട് ED-ക്ക് ഒരു പ്രശ്നമില്ലാതെ കൊണ്ടുവന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അവർക്ക് ഇച്ചിരി കോംപ്ലക്സ് അടിച്ചാ, ഞങ്ങളോട് പറയാതെ വന്നതല്ലേ, ഇത്രയൊക്കെ മതി എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടായി. മേഘ, നിങ്ങൾ തിരുവനന്തപുരത്തെ സഖാക്കന്മാരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഞങ്ങളുടെ കൊല്ലത്തെ സഖാക്കന്മാരൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞായിരുന്നു. സെക്രട്ടേറിയറ്റ് ഇല്ലാതെ ഓ അവിടെ ആ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെ ഇവിടെയൊക്കെ പാപ്പിടിച്ചോ 2 കൈയൊക്കെ അടിച്ചൊടിച്ചിട്ട് ഇങ്ങനെ 2 കൈ അടിച്ചൊടിച്ചിട്ട് എങ്ങനെ ഷർട്ട് ഇട്ടതാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ചോദിക്കുന്നത്. പണ്ട് ഷാഫി പറമ്പലിന്റെ മൂക്കിൽ കൂടെ ചോര വന്നപ്പോ നീയൊക്കെ പറഞ്ഞ് മീശ പിടിക്കാതെ എങ്ങനെ ഓപ്പറേഷൻ നടത്തിയത് മനസ്സിലായല്ലോ എങ്ങനെയാണുള്ളത്. അപ്പോ അതുകൊണ്ട് പിന്നെ നല്ല കാര്യം. ഇപ്പൊ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സമരം വിളിക്കുന്നതൊക്കെ രസമുണ്ട് കേൾക്കാൻ, അതൊക്കെ ആവശ്യങ്ങളാണ്. സാധാരണക്കാരന് വേണ്ടി മുറവിളി കൂട്ടുന്നത്, ഭരണം തിരിക്കുമ്പോൾ മിണ്ടാതിരുന്നിട്ട് ഭരണം പോകുമ്പോൾ മുറവിളി കൂട്ടിക്കുന്നതൊക്കെ നല്ലതാണ്, ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവും. ഇത് ആകെയുള്ളൊരു പ്രശ്നം ഇതാണ്, വീടിന തൈക്കിന്റെ കമ്പനിക്ക് പൈസ മേടിച്ച് എന്തിന്? സിമ്പിൾ ചോദ്യം. ഇതിന് ഉത്തരം പറയാൻ പറ പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ നേതാവിന്റെ മരുമോനോടും മോളോടും ഒക്കെ. അല്ല ചുമ്മാ കിടന്നിട്ട് ED വരുമ്പോൾ ഇങ്ങനെ കിടന്ന് ബീഡിയും കത്തിച്ച് ഓടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ കാര്യമായി മനസ്സിലാക്കിയിട്ട് ഇറങ്ങിയാൽ അവനവൻ്റെ കുടുംബത്തിന് കൊള്ളാം. ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് 886 ദിവസമായിട്ട് ജയിലിലാണ്. എന്തിനാണെന്നറിയോ? 886 ദിവസമായിട്ട് ജയിലിൽ കിടക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ്. ED ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ അവരെ ആക്രമിച്ച കേസാണ്. ഈ അവസ്ഥയാണ് നിനക്കൊക്കെ. അവിടുത്തെ 2 പഴയ കൗൺസിലർമാർ IP ബിനു എന്നൊക്കെ പറഞ്ഞവർ മുട്ടയൊക്കെ ആയിട്ട് ഓടുന്ന കണ്ട് നല്ല ക്ലോസപ്പിൽ ചാനലുകാർ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചാനലുകാർ തിരിച്ചോട്ട് നിന്നോടൊക്കെ പറയും പ്രകടനം നടത്തുന്നില്ലേ, പ്രകടനം നടത്തുന്നില്ലേ. എന്നിട്ട് പ്രകടനം നടത്തുമ്പോൾ നിന്റെയൊക്കെ ഫോട്ടോ എടുത്ത് അവന്മാർ തന്നെ ED-ക്ക് കൊടുക്കും. ചിലക്ക് ഡൽഹി പോയിട്ട് വരും. കേരള പോലീസിന് വേറെ നിവൃത്തിയൊന്നുമില്ല, പിടിച്ചങ്ങ് കൊടുക്കും. ഇത്രേ പറയാനുള്ളൂ.